കിളിപ്പച്ച. തലയിരുന്ന വീടാട്ടാ. കാർഗിലിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയാകുമ്പോ വെച്ച ഇവര് ഇങ്ങനത്തെ ഒരു പേഷൻ ഇതുവരെ എടുത്തിട്ടേ ഇല്ല. ഹായ്. അപ്പോൾ ഇന്നലെ വിജുവാട്ടിന് അനൂറ്റി ഋത്തിക്ക് എല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോയിനേനു. ഇതിനിടക്ക് നമ്മൾ പോയ സ്ഥലമാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പോയിട്ടില്ല, ഞാനും അമ്മയും പോയിട്ടില്ല. ഇവർ മൂന്നാൾ പോയിട്ട് വന്ന്. തലതിരിഞ്ഞ വീടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ എന്തെല്ലോ നമ്മൾ അത്ഭുതങ്ങളെല്ലാം കാണാനെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നലെ പോയിട്ട് വന്നത് നമുക്ക് കാണാം. അതിലിടക്ക് വെച്ചാൽ ഞാൻ കുറച്ച് മാക്സി ഇറക്കിയിട്ടുണ്ട്. അത് വെച്ചാൽ ഇതിനിടയ്ക്ക് ഞാൻ പ്രസവിച്ച സമയത്ത് കുറച്ച് മാക്സി മേടിച്ചിരുന്നേ. അപ്പോൾ സിപ്പുള്ള മാക്സിയെല്ലാം ഇപ്പോൾ ഇടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് കുറേ ഇട്ടിട്ടെല്ലാം മോശിഞ്ഞു. അത് വെച്ചാൽ ഞാൻ എന്താ വെച്ചാൽ മാറ്റാത്ത വെച്ചാൽ ഈ സിപ്പുള്ളത് കൊണ്ട് ഇപ്പല്ലേ ഇടാൻ പറ്റും. ഇനിയിപ്പോൾ ആദ്യം ഒന്നും മേടിക്കേണ്ട വെച്ചിട്ട് ആ ഒരു ഇതിലാണ് ഇങ്ങനെ തള്ളി എന്നാലും നമ്മൾ വീഡിയോ ഇടും. എല്ലാ വീഡിയോയിലും ഇതോടെ പറയലുണ്ട് നീ മാറ്റി മേടിക്കുന്നു പറയലുണ്ട്. പക്ഷെ ഞാനത് പിന്നെ ഇത്രയല്ലേ യൂസ് ആക്കുമല്ലോ എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ അതുകൊണ്ട് കുറച്ച് മാക്സി അടുപ്പിച്ചിട്ടുണ്ട്. അത് ഇതിനിടക്ക് നമ്മളെ ബർത്ത്ഡേക്ക് നമ്മൾ റെഡ് ഡ്രസ്സ് അടുപ്പിച്ച രമ്യേച്ചാന്ന് മാക്സി അടിച്ച് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വീഡിയോ അയച്ചിനേനെ. അത് കണ്ടേരം ഒരു വെറൈറ്റി ആ ഡിസൈനെല്ലാം കണ്ടിനേനെ. അതേപോലത്തെ ആണോ ഇതിൻ്റെ ഉള്ളത് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. ഇതിൻ്റെ പൊട്ടിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ കുറേ വെറൈറ്റി ആണെന്ന് തോന്നിയപ്പോൾ എല്ലാവരും കാണിക്കാൻ വെച്ചിട്ട് അതെ ഒരുമിച്ച് പൊട്ടിക്കാൻ പിന്നെ പൈ പിരിച്ചിരുന്നു. അതെ ഞാൻ അരിഞ്ഞ് നേരത്തെ വിചാരിക്കുന്നേ നോക്കുമ്പോ ഉടവാന്ന്. എന്നാലും 2 കിട്ടീന് നല്ലത്. നമ്മളെ കുട്ടിയാട്ടൊരു മാങ്ങ നല്ല മാങ്ങ വേഗം ഇതാവും. ഇത് ആദ്യമായിട്ട് ചള്ളി മാങ്ങ പഴുപ്പിക്കുന്നത് കൊണ്ടായിരിക്കും. ഇനിയിപ്പം ലേശം മഴ പെയ്ത പിന്നെ തച്ചോടെ വരിക്കും. അതങ്ങനെ അതിന്റെ മുകളിൽ നിന്ന് ഉണ്ടാകുന്ന തന്നെയാ, മരത്തിന്റെ മുകളിൽ നിന്ന്. എന്റെ റിഷൂട്ടൻ ഭയങ്കര വരിയാന്നിട്ടാ. ഇത് കണ്ടാ പിന്നെ അയാളപ്പുറം പോയി കളി. ഇപ്പൊ ഇത് എന്നിട്ടാ ഇറങ്ങിയത്. ഇത് മാങ്ങാക്കാൻ പോകും കാര്യം. നമുക്ക് മാക്സിമം നോക്കാം. നമ്മളെ നാട്ടിലെല്ലാം ഇല്ലേ കല്യാണത്തിന് സെറ്റ് സാരികൾ, കല്യാണ സാരികൾ എടുക്കാൻ പോകുമ്പോൾ ഇതുപോലെ പായ് വിരിച്ചിട്ട് അവർ മുന്നിലിരുത്തും. കുറേ സാരിയെല്ലാം എടുത്തിട്ട് സെലക്ഷൻ ആക്കാൻ വേണ്ടി. നമ്മളിവിടെ പക്ഷെ അങ്ങനെ ഇപ്പൊ ഇടക്കല്ലായിട്ടല്ലോ കാണുന്നുണ്ട്. അതുപോലെ അത് വെച്ചാൽ കുറേ സമയം നോക്കേണ്ടതല്ലേ. കല്യാണ സാരി വെച്ചാൽ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരേണ്ടതല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് മെല്ലെ നോക്കി കല്യാണം ഒരു ദിവസം ഫുള്ള് വേണം. അപ്പൊ നമുക്ക് അതുപോലെയല്ല. ഇത് മാക്സിയാണ്. അത് മേലെ മാത്രമേ പൊളിച്ചുള്ളൂ. പിന്നെ പാക്കറ്റ് തുറന്നിട്ടില്ല. ഇതാ പാക്കറ്റ് അങ്ങനെ തന്നെ ഉണ്ട്. ഇത് പൊളിക്കാൻ അത്ര പെട്ടി മാത്രം പുറത്ത് നോക്കിയാൽ മാക്സിക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ അത് എത്തിയല്ലേ ഒന്നെ ഇട്ടിട്ട് അനക്കവും വല്ലാണ്ടിരിക്കുന്നത്. വേറെ ഒന്നും ഇല്ലേ ഞാൻ ചോദിക്കലാണ്. ഇത് ഒരേ കളറിനല്ലേ വീഡിയോയിൽ. അതെന്നാന്നറിയാം, നമ്മൾ എല്ലാ ദിവസവും ഷോർട്സ് എടുക്കുന്നില്ല. മാസം 30 ദിവസം 30 പ്രാവശ്യം വീഡിയോയിൽ ഷോർട്സിൽ വരുമ്പോൾ ഒരേ ഡ്രസ്സ് തന്നെ ഒരു 5 ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ്. ഇപ്പൊ തമ്പനയിൽ ഏതാന്ന് വരെ തിരിയുന്നില്ല. ഇന്നലെ ഇട്ട പോലെ ഇന്നത്തെ വീഡിയോ അത് പിന്നെ നമുക്ക് ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ കഴിയാ. പിന്നെ കീറുന്നവരെ ഇടക്കിടക്ക് മാറ്റാം. വീട്ടിലിരുന്ന പിന്നെ അങ്ങനെയാ. അതെ പൊളിക്കാം. ഇത് കവിക്കുള്ളത് തന്നെ കളർ. അതേ കളറല്ലേ എന്ന് കണ്ട്. പക്ഷേ ഡിസൈൻ മാറ്റം ഉണ്ടാവല്ലേ ചേട്ടാ? അടിവിന്റെ മാറ്റമൊന്നുമില്ല. ഈ കളർ തന്നെ ഉണ്ട് എനിക്ക്. ഇതൊരു കാപ്പിയും റെഡും ആയിട്ടുള്ള ഇത് കണ്ട ഡിസൈൻ നെക്കിന്റെ സിപ്പ്. അടുത്ത ഇതാ നല്ല കളറാ. അത് അങ്ങനത്തെ ഇല്ല വേറെ. ഇതുണ്ടോ ചേട്ടാ? നല്ല ഭംഗിന്ന് വെച്ചിട്ടുള്ള അടിവാന്ന വരത്. അത് നല്ല രസമുണ്ട്. ഇതണ്ട ഇങ്ങനത്തെ ഉണ്ട്. പക്ഷെ ഡിസൈൻ ഇങ്ങനെ ഇല്ലല്ലോ. കളറ് ഇതണ്ട മഞ്ഞ വെച്ചിട്ട് അത് ഇങ്ങനെ വെച്ചടിച്ച്. ഇത് നല്ല ഭംഗിയുണ്ടെങ്കിൽ പിന്നെയും ഇതേപോലെ തന്നെ അടിക്കാലോ. അതിനാണ് ഇങ്ങനെ വെക്കുന്നത്. അതെ കളറില്ല. അത് നല്ല കളർ. അങ്ങനത്തെ കളറില്ല. കിളിപ്പച്ച നല്ല നെക്ക് നോക്കി വെച്ചേട്ടാ. അടിഭാഗം ഇങ്ങനെ ചുരുങ്ങിട്ടാ.
നെക്ക് കണ്ട അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ. രമേച്ചി ഓരോരോ മാക്സിക്ക് ഓരോരോ നെക്ക് വേറെ വേറെ വെച്ച് നോക്കി അടിച്ചിട്ടാ. ഒന്ന് നല്ല വെച്ചത് മറ്റൊന്നിനില്ല. അതെന്താ അതണ്ട നെക്കെല്ലാം മാറ്റാം അല്ലേ? നല്ല രസമുണ്ട് ഈ അടി. നല്ല കളറും കളറ് പച്ച കളറ്. നേരിട്ട് നല്ല കടും പച്ചയാണ്. പക്ഷെ ഇതിൽ ചെറിയൊരു ബ്ലൂ പോലെ ഉണ്ട് കേട്ടോ. അതെ അടിപൊളിയാണ്. അടിപൊളി കളർ കേട്ടാ. നീല ഇങ്ങനത്തെ ഒരു പേഷൻ ഇതുവരെ എടുത്തിട്ടേ ഇല്ല. കോളർ ടൈപ്പ്. അതെ നല്ല രസമുണ്ട് അല്ലേ? നല്ലുണ്ട്. ഓ നല്ല രസമുണ്ട്. ഇങ്ങനത്തെ തന്നെ. ഇങ്ങനത്തെ ഒന്ന് കുറച്ച് മുന്നേ ഒന്ന് എടുത്തിട്ട് തോന്നല്ലേ? ഇങ്ങനത്തെ ഇല്ലല്ലോ. നല്ല രസമുണ്ട്. ഈ പേഷനില്ല. ഞാനിപ്പോ ഇല്ല, ഇതിനിടയ്ക്ക് ഒരാഴ്ച മുന്നേ 3 എണ്ണം ഒരുമിച്ചിട്ട് കഴിക്കാൻ 3 എണ്ണം കൊണ്ട് കൊടുത്തേ. അതെ 3 നമ്മൾ മാറ്റി. അത് എനിക്ക് ആ കൈ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കൈ പൊന്ത് ഇത്ര എൻ്റെ ഓൾറെഡി കൈ വണ്ണാണ്. അപ്പോൾ അത് വണ്ണമുള്ളവർക്ക് ആ പഫ് ഇത്ര വണ്ണിടുമ്പോൾ ഓൾറെഡി പിന്നെയും വണ്ണം കാണാം. ഞാനൊരു ഋത്തിക്കും കൂടി പോയി എടുത്തിട്ടുണ്ടാലും എത്തിക്കേ. പക്ഷെങ്കിൽ പണി പാളിപ്പോയി. നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊണ്ട് കൊടുത്തതാണ് വേറെ മാക്സി റേറ്റ്. അപ്പോൾ നോക്കുമ്പോഴേക്ക് അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ റിവ്യൂഡ് പറഞ്ഞിട്ട് കുറച്ചധികം മാക്സി വാങ്ങിച്ചു. അത് നല്ല നീല കഴുത്താണ് അടിപൊളി അല്ലേ? കഴുത്താണ് ഡിസൈൻ മാറ്റി മാറ്റി അടിച്ചിട്ടത്. പൈസ 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 അല്ലത്, അതൊരു വെറും കുത്ത് മാത്രം. രസമുണ്ട്. നല്ല മെറൂണ് കളറ്. മെറൂണ് സിപ്പ് വെച്ചതായിട്ട് തിരിയില്ലാട്ടാന്ന് എന്നോട് പറഞ്ഞിന്. നല്ല നെക്കാണിക്കേ. എന്താ നെക്ക് നല്ല രസമുണ്ടല്ലേ? നെക്ക് നല്ല രസമുണ്ട്. ഇപ്പൊ ഒരു പീടിയെന്ന് ഒരാളെ അടിച്ചിളക്കിയത് അല്ലേ? അന്ന് നമ്മൾ ബർത്ത്ഡേ അടിച്ചിട്ടില്ല എല്ലാവർക്കും ചോപ്പ്. അടിച്ചു തന്നെ അങ്ങ് തൃശ്ശൂരാണല്ലേ റമി? എല്ലായിടത്തേക്കും അടിച്ചു കൊടുക്കുന്നതാണ്. നമ്പർ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ കൊടുക്കേ. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടെ. നല്ല വെറൈറ്റി ആയിട്ട് ഡ്രസ്സ് നമ്മളന്ന് ബർത്ത്ഡേ കിട്ടിയ എല്ലാവരും അടിച്ചു തന്നെ. ഇപ്പൊ നമ്മൾ എല്ലാ ഡ്രസ്സും ആണുങ്ങൾക്കും എല്ലാം ഓൺലൈൻ അടിക്കല്. ഇപ്പൊ ഡ്രസ്സ് ഇനി നമുക്ക് അതങ്ങ് ഡിസൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ വേണമെന്ന് കാണിച്ചു കൊടുത്താൽ അതുപോലെ അടിച്ചു തരും. നല്ല മോഡലാണ്. നല്ല നമുക്ക് ബോഡിക്ക് ഫിറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ചു തരും കേട്ടോ. നല്ല രസമുണ്ട്. ഇത് കണ്ടിട്ടില്ലാത്ത അത് മാക്സി മാത്രല്ല അല്ലേ, എല്ലാ ഡ്രസ്സും അടിക്കും. കയറില്ല കേട്ടാ അല്ലേ? കെട്ടാൻ കയറില്ല അല്ലേ? അല്ല അത് ചിലപ്പോ തടിയും കുറഞ്ഞില്ലേ അവിടെ കെട്ടൊന്നും വേണ്ട. കവി എത്ര കിലോ കുറഞ്ഞു കവി? ഞാൻ ഇപ്പൊ 5 കിലോ കുറഞ്ഞു. 5 കിലോ കുറഞ്ഞേട്ടാ കവി? 5 കിലോ കുറഞ്ഞ 64 ഉണ്ടേന്. പിന്നെ രാവിലെ നോക്കുമ്പോ 68. അല്ല 58. 58ാ? ഭഗവാനെ മതിയേ, നിർത്തിക്കോ. ഇമേജിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഇതാ ഇവിടെ കൊടുക്ക. ഇൻസ്റ്റാഗ്രാം ഐഡി ഏതാ? റെമീതി സ്റ്റൈൽ മേക്കർ. അവിടെ താഴെയുണ്ടല്ലോ. അത് ഇൻസ്റ്റന്റെ അതന്നെ അല്ലേ? ഇൻസ്റ്റ അതന്നെ. റമീസ് ദി സ്റ്റൈൽ മേക്കർ, അഡ്രസ് നിയർ അമല ഹോസ്പിറ്റൽ, ലാൻഡ്മാർക്ക്. ഇതെന്ന് വെച്ചാൽ ഇത് കൊണ്ടുവന്നുകൊണ്ടൊന്ന് കാണിച്ചാണ്. അതിൻ്റെ പേര് തന്നെ പറഞ്ഞാൽ നമുക്ക് ഇന്നലെ നമ്മൾ അടപ്പോയത് ഒന്ന് കാണാം. ആ വീട് നമ്മൾ മുമ്പൊരിക്കൽ പോയാലും കണ്ടിരുന്നു. അമ്മയെല്ലാം കൂടി പോയി തലതിരിഞ്ഞ വീടുണ്ടല്ലേ, നമുക്ക് ഓർമ്മയുണ്ടായിട്ടില്ല അമ്മേ? ആടെ ഇന്നലെ പോയത് ഇന്നലെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ആരും കാണാൻ കണ്ടോ? കുട്ടികളങ്ങനെ നമ്മളെ നാട്ടിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒന്ന് ജസ്റ്റ് പോയി കഴിഞ്ഞാൽ അതിൽ നേരിട്ടും കാണാം. നമ്മൾ കണ്ടതുപോലെ അവർ എടുത്തോന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിലൂട്ടി ഫുള്ളായിട്ട് കാണാം. ഹായ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വണ്ടർടൈൻമെൻറ്റ് ഇല്യൂഷൻ പാർക്ക് കായലോട് പറമ്പായിലാണ്. അപ്പോൾ തലയിരുന്ന വീടാട്ടാ. കാർഗിലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയാകുമ്പോൾ വെച്ച ഇവർ കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്തിനു. അതെ, പ്രാവശ്യം സ്കൂൾ കുട്ടിയോട് ഒന്നും കൂടി വന്നിട്ടുണ്ട്. പുതിയ കുറച്ച് പരിപാടികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് പറഞ്ഞു. അതെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാം. ഇതിൻ്റെ ഉള്ളിൽ വന്നവർ നമ്മൾ ആ വീഡിയോ കണ്ട സമയത്ത് കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പോൾ കുറച്ച് എന്തല്ലോ ഫോട്ടോസും പരിപാടികളും എടുക്കലല്ലേ മെയിനായിട്ട്? ഇല്യൂഷനായിട്ട് ഫിസിക്സ് മാത്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഋത്തിക്ക് ഉള്ളിൽ കയറി വന്ന് കേട്ടോ. അവിടെ റെസ്റ്റ് എടുത്തോട്ട് നമുക്കൊന്ന് ഓപ്പൺ ആയിട്ട് ഉള്ളിൽ കാണിച്ചു തരാം. ഹായ് 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 ഹായ്. കയറുമ്പോൾ തന്നെ അമരീഷ് പുരി.
കണ്ണുണ്ടേ ഇങ്ങനെ കണ്ണിങ്ങോട്ട് വരും. ഇതേണ്ട ഇങ്ങനെ പെരങ്ങിയിട്ടുണ്ട്, പക്ഷെ കണ്ണാടിയിലൊക്കെ നല്ല ഓറഞ്ച് ഇതിൻ്റെ അകത്ത് കാണുന്നില്ല കേട്ടോ. ഇത് പക്ഷെ പൊന്തിച്ചെടുക്കുന്നാല് പൊന്തിക്ക്. അതെ ഇപ്പോൾ ഓക്കെ. മദർ തെരേസേൻ്റെ ഫോട്ടോ ആണ്, പക്ഷെ ഇത് പെരങ്ങിയ പോലെ ഉള്ളു. പക്ഷെ അതിൻ്റെ അകത്ത് കാണുമ്പോൾ നല്ലത് നേരിട്ട് കാണാനാട്ടോ ഇതുള്ളത്. വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ഇത് മറ്റേ അവസാനം കിണറാണ്, അനന്ത കിണറാണ് പറഞ്ഞു. അങ്ങത്തോളം കാണുന്ന കിണർ. ചാക്കിയതാ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഫോട്ടോ കാണൂല, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഒറിജിനലായിട്ട് നല്ല. പിന്നെ ഇത് ഇവിടെ ഒരു കുട്ടി കാണുന്നുണ്ട്, റഷ്യക്കിനെ പോലത്തെയാണ്, ഭയങ്കര കാണുന്നത്. കുട്ടി കരയുന്നതാണ്. എങ്ങനത്തെ കുട്ടി ചിരിച്ചു ചിരിച്ചു. പിന്നെ ഇതാ ഇവിടെ കണ്ട, ഇത് ചതുരാണ്, പക്ഷെ ഇപ്പറം നോക്കുമ്പോൾ നേരെ തിരിച്ചിട്ടാണ് ത്രികോണം. ഇങ്ങോട്ട് നോക്കുമ്പോൾ ത്രികോണം. ഇവിടെ സമചതുരം, ത്രികോണം ത്രികോണം, ത്രികോണം സമചതുരം. മൈക്കടി വെച്ചേരും ഇത് ഇവിടെയുണ്ട്, കേൾക്കുന്നില്ല. അപ്പോൾ പുറത്ത് വെക്കടാ. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്, നമ്മളിങ്ങനെ പകുതി ആക്കിയിട്ടാക്കുന്നത്. അത് നമ്മൾ നേരത്തെ ആക്കിയിട്ടാ. പിന്നെ ഇത് ഞാൻ കാണിച്ചാൽ ഒരു മിനിറ്റേ. അതിനുള്ള മണി പോയിട്ടുണ്ടേ ഈ പാത്രത്തിൽ. ചെങ്ങായി എനിക്ക് തിന്നു പറഞ്ഞേ. തലവാൻ കാണില്ല, ഇതിങ്ങനെ. അതേപോലെ ഇവിടെ ഒരു സാധനം എന്ന് വെച്ചാൽ ഋത്തിക്കിനെ കൂട്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിന് ആടെ നിൽക്കുന്ന, അതായത് ഹൈറ്റ് ഉള്ള ആൾ അടുക്കുക, ഹൈറ്റ് കുറഞ്ഞ ആൾ എടുക്കുക. അന്നേരം ഈടിയുള്ള ആൾ വലുത് വളർത്തുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് കൂടി നോക്കുമ്പോൾ ഈടിയുള്ള ആൾ ചെറുത് വളർത്തുന്നു. ഈ ഹോളിലോട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഇതൊരു ഇതാണല്ലോ. അവളിപ്പോൾ ചെറുതായിട്ടല്ലേ, മറ്റേ വലുതായിട്ട്. അതെ, ഇതൊരു നേരത്തെ പറഞ്ഞ ഫിസിക്സും മാത്തമാറ്റിക്സ് എല്ലാം കണക്കായിട്ടുള്ള സംഭവമാണ്. എടുക്കുമ്പോൾ വലുത് അങ്ങനെ. പിന്നെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ് ഇത്. ഇത് 3 പെൺകുട്ടികൾ വെക്കുന്നതാണ്. ഒരു കണ്ണിങ്ങനെ ചിമ്മി നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ. പിന്നെ ആടെ ഒരു തത്തി ഉണ്ട്, അത് കുറെ ടോയ്സ്. അത് തത്തി ഇങ്ങനെയുള്ളതേ, തത്താൻ്റെ രസമായിട്ടുണ്ടേ. പക്ഷെങ്കിൽ തിരിഞ്ഞു വരുമ്പോൾ കണ്ടേ കുറേ സാധനങ്ങൾ മിക്സ് ആയിട്ടാണ് തത്തി ആയിട്ട് വരുന്നത്. കണ്ട ഇങ്ങനെ വരുമ്പോൾ തത്തേ മാറി. പിന്നെ ഇതെങ്ങനെയാ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ പിടിക്കുക, നമ്മളിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക. വീട് തിരിച്ചെടുക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പം അങ്ങനെ കാണുന്ന അറിയില്ല, ഇങ്ങനെ ചെയ്യുന്ന പോലെ ഫോട്ടോ ഫ്രെയിം ആട്ടം ഫുള്ളായിട്ട്. ഹായ് ചോറുന്നാ ഇവിടെ ഇതെല്ലാം നമ്മൾ എടുത്ത് തന്നാൽ ഇരിക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ ഇങ്ങനെ ഇരുന്നാൽ ഇതെൻ്റെ കാല്, ഞാൻ കാല് ഫോട്ടോയിൽ തന്നട്ടാ. അതെ, ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പറ കാലും ഇപ്പറം നമ്മളെ ഓടുന്നു അങ്ങനെ. ഇറങ്ങി ഓടിക്കോ, എല്ലാം കാണിച്ചു തരാട്ടാ. ഇത് കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. ഇത് ഫ്രണ്ടിൽ ഗ്ലാസ് ആണേ. നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുകളിൽ ഇരുന്ന പോലെ ഉണ്ടാവും. ഇങ്ങനെ തൂങ്ങി ഇറങ്ങുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതിന്റെ സൈഡിൽ ഇടാട്ടോ. അത് അതെ, ഇത് ഇവര് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അവര് അങ്ങനെ പ്രശ്നമില്ല, ഇത് എല്ലാവരും ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അതെ, ഇത് പിന്നെ മൊത്തം തലയിരുന്നതാണ്. ഇത് നമ്മൾ മൈഡിയർ കുട്ടിച്ചത് സിനിമയെല്ലാം കണ്ട പോലത്തെ കട്ടിലും കിടക്കിയും വിൻഡോ എല്ലാം ഇങ്ങനെ ഇതെല്ലാം താഴോട്ടും മേലോട്ടൊക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ നടന്നിട്ട് ക്യാമറ നമ്മൾ വീഡിയോ തിരിച്ചു വെച്ചാൽ ആനും നടന്നു പോറാ. ഇതണ്ടേ ഇതിന്റെ ഇവിടുന്ന് അങ്ങോട്ടേ തിരിച്ചിടാം. ഇങ്ങനെ വാ തലയിലും മുട്ടുന്നുണ്ട്. വാ തൽക്കാലം അത്ര മതി, അതിന്റെ ഉള്ളിലെ കൂടി പോകാനുള്ള ശക്തി ഇല്ല. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇടാ പുലിയുണ്ട്, അത് ഇങ്ങനെ എടുത്താല് അങ്ങനെ നടന്ന് ഇത് ശരിക്ക് വീഡിയോ ഫോട്ടോസ് എല്ലാം എടുക്കുമ്പോ നടന്നു പോകുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. ആടെ ഇതിൻ്റെ ഉണ്ട്. ഇല്യൂഷൻ ഇതന്നെ ഇതൊരു ഇതാണ്. എല്ലാം ഒന്നും എൻ്റെ ഫോട്ടോൻ്റെ ഷൂട്ടാണ്. അവിടെ ഒരു മീനുണ്ട്. മീൻ പിടിക്കണ്ട, നമ്മൾ നേരത്തെ മീൻ
മീനെ പിടിച്ച പോലെ ആയിട്ട് എടുക്കാൻ വേണ്ടി. അപ്പോൾ തന്നെ ഇവിടെ പിന്നെ ഇതൊരു ഡോർ, മറ്റേ കത്തിക്കുത്തിയ ഡോർ. കത്തെറിയുന്നതിൻ്റെ ഒരു നമ്മള് നേരത്തെ ഋത്തിക്കിനെ കൂട്ടി വന്നിട്ടെടുത്ത്. ഹായ് 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 ഹായ്. എവിടുന്ന വരുന്നേ? കാസർഗോഡാ? ഓ, എൻ്റെ ഫോട്ടോൻ്റെ ഇതാണ്. ഫോട്ടോ എടുക്കുന്ന പോലെ എടുക്കാം. ഫോട്ടോ തന്നെയാണ്. പിന്നെ ഇത് നമ്മളെ എടുത്തില്ല. ഈ സൈഡിൽ നോക്കുമ്പോൾ ജയൻ, സത്യൻ സാറ്, അതുപോലെ തന്നെ പ്രേം നസീർ മാറി മാറി വരും. ഇതുണ്ട, ഇത് നല്ല രസമാണ്. ഇതെന്താ സംഭവം എന്നറിയാം? ഇതൊരു ബോർഡാണ്, സാധാരണ ബോർഡാണ്. എന്നാ പക്ഷെ തിരിക്കുമ്പോലെ അതുപോലെ ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട്. ഇപ്പം ഫോട്ടോ ഫ്രെയിമാണ്. ആ ഫോട്ടോ ഫ്രെയിം. അങ്ങനെ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. ഇവിടെ ചിത്രം വരക്കുന്ന പോലെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പെയിന്റിങ് ആക്കുന്ന പോലെ. അവിടെ ഒരു ഗ്ലാസിന്റെ ഇതിന്റെ പകുതി പകുതി കാണിക്കുന്നേ. മാവൻ അപ്പുറം പോയി ഇപ്പുറം നിൽക്കാം. വാ, ഹായ് ഹായ് ഹായ്. ഹായ്. എന്താ നോക്കറാ? അല്ലെങ്കിലും അതെ. ഇപ്പുറം പോവാം. കുറേ ഒന്നിനെ തന്നെ സഹിക്കാൻ പറ്റില്ല. എത്ര പാടാകുമ്പോ എങ്ങനെയാക്കും? മാമയും പാട് കാണുന്നുണ്ട്, സഹിക്കാൻ കഴിഞ്ഞില്ല. ബാബാ പിന്നെ ഇതല്ല ഇതാണേ. ഇത് ഇങ്ങ് തിരിഞ്ഞു നോക്കുന്നുണ്ടാ? നമ്മള് കൊറേ വീഡിയോ കണ്ടിരുന്നു. ഇത് കുറേ വീഡിയോ കണ്ടിരുന്നു. എല്ലാം തിരിഞ്ഞു നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കടലാസാണ് കേട്ടാ. ഇങ്ങനെയുള്ള കടലാസാണ്. പക്ഷെ നോക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. പറമ്പായി കായലോട്, കണ്ണൂർ ജില്ലയിലെ കായലോട് കേട്ടോ. പറമ്പായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലമുള്ളത്. അടിപൊളി. പിന്നെ ഇവിടെ ഒരു പാർക്കും കാര്യമെല്ലാം ഉണ്ട് തൊട്ട് പുറത്ത്. ചുറ്റോടെ പാർക്ക് കുറേ അല്ലേ, പോകാനും വരാനുള്ള സൗകര്യം. അതുപോലെ ഇവിടെ ഫുഡും പരിപാടിയെല്ലാം ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തലായിട്ടുള്ളത്. അല്ലൊന്ന് പെട്ടെന്ന് ഒരു ഓട്ടത്തിന് ഒരു ചെറിയ വീഡിയോ കാണിച്ചാണ്. ഒരു ചെറിയ വീഡിയോ എടുത്താ പിള്ളേർക്ക് ഉണ്ടാക്കും. തണുപ്പൂച്ചയെല്ലാം കൊണ്ടില്ല, നമ്മൾ കളറാക്കാന്ന് വിചാരിച്ചൊരു ദിവസമാണ്. സാറില്ല, നാളെ കളറാക്കാം. ഋഷികളെ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഋഷിക്ക് ഉറങ്ങലാണ്. ചണ്ടിയിട്ടിനാ എന്നാ പിന്നെ ഒന്ന് കാണിക്കാം. ഉറങ്ങും തന്നെ പുള്ളി. അല്ല അങ്ങെത്തിയേട്ടാ, അങ്ങെത്തിന് ആടെ ഉറങ്ങുന്ന കേട്ടാ. ഈടൊക്കെ എടുത്ത ആളാണ് ആടെ എത്തിയിട്ടുണ്ട്. കൊടുത്തു. പുതിയ വിശേഷം എത്തിക്കാൻ നാളെ വരാം.